യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിൽ രണ്ട് ഭൂഖണ്ഡങ്ങളിലായി പടർന്നു കിടക്കുന്ന മനോഹരമായ ഒരു രാജ്യമായ തുർക്കി അഥവാ ടർക്കിയിലൂടെ നടത്തിയ ഒരു യാത്രയുടെ ചെറിയ ഒരു കുറിപ്പാണിത്. ഏജിയൻ സീയും മെഡിറ്ററേനിയൻ സീയും ബ്ലാക്ക് സീയും 3 വശങ്ങളിലും ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഒരു രാജ്യമാണ് ടർക്കി. പുരാതന കാലത്ത് ഏഷ്യ മൈനർ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ക്രിസ്തീയതയുടെ പ്രാരംഭ വ്യാപനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു പ്രദേശമാണ്. പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പസ്തോലർ വിവിധ ഭാഷകളിൽ യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നതായി നാം അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവിടെ പരാമർശിച്ചിരിക്കുന്ന കപ്പദോക്യയും പോന്തസും ഏഷ്യയും ഫിർജിയയും പാംഫീലിയയും ഒക്കെ ഇന്നത്തെ ടർക്കിയുടെ പ്രദേശങ്ങളാണ്. പൗലോസിൻ്റെ പ്രേക്ഷിത യാത്രകളുടെ 1, 2, 3 പ്രേക്ഷിത യാത്രകളുടെ പ്രധാന വേദികളായതും ടർക്കിയിലെ പല സ്ഥലങ്ങളാണ്. വിവിധ സഭകൾക്കായി പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ എഫേസോസും കൊളോസോസും ഗലാത്യയും ടർക്കിയിലെ പ്രദേശങ്ങളാണ്. ടർക്കിയുടെ ക്രിസ്ത്യൻ വേരുകളെക്കുറിച്ച് ഏറെ പറയാനുണ്ടെങ്കിലും എഫേസോസിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ ചെറിയ ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുർക്കിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു തുറമുഖ നഗരമായിരുന്നു എഫേസോസ്. വെളിപാട് പുസ്തകത്തിൽ അഥവാ ബുക്ക് ഓഫ് റെവലേഷനിൽ പറയുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന 7 സഭകളിൽ ഒന്നാണ് എഫേസോസ്. മറ്റ് 6 സഭകളായ സ്മിർണ, പെർഗമം, തയത്തീര, സാർഡിസ്, ഫിലഡൽഫിയ, ലയോഡീഷ്യ ഈ സഭകളും ഏഷ്യ മൈനറിൽ അഥവാ ടർക്കിയിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ്. മാർമറസ് എന്ന ഹോളിഡേ ഡെസ്റ്റിനേഷനിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്താണ് ഞങ്ങൾ എഫേസോസിലെത്തിയത്. എഫേസോസിനടുത്തുള്ള കുസാദസി എന്ന കോസ്റ്റൽ ടൗണിൽ ക്രൂയിസ് ഷിപ്പിന് വരുന്നവരായും അതുപോലെ എഫേസോസിന് തൊട്ടടുത്തുള്ള സെൽജുക്ക് എന്ന മനോഹരമായ പട്ടണത്തിൽ വന്ന് താമസിച്ച് എഫേസോസ് സന്ദർശിക്കാനായി വരുന്നവരുമായ ധാരാളം സന്ദർശകരെ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. BC 11-ാം നൂറ്റാണ്ടിൽ അയോണിയൻ അഥവാ ഗ്രീക്ക് രാജകുമാരനായ ആൻഡ്രോക്ലോസ് പുതിയ ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് എഫേസോസ് എന്നാണ് ഐതിഹ്യം. വേറെയും ഐതിഹ്യങ്ങളുണ്ടെങ്കിലും എഫേസോസിനെ കുറിച്ചുള്ള രേഖകൾ ചരിത്രത്തിൽ പ്രതിപാദിക്കപ്പെട്ടു തുടങ്ങിയത് 7th സെഞ്ച്വറി BC മുതലാണ്. ഏൻഷ്യൻറ്റ് വേൾഡിലെ 7 അത്ഭുതങ്ങളിലൊന്നായ ടെമ്പിൾ ഓഫ് ആർട്ടമിസ് അല്ലെങ്കിൽ ആർട്ടമിസ് ദേവതയുടെ ദേവാലയവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബഹുവിശാലമായ ഒരു അയോണിക് ശൈലിയിൽ നിർമ്മിച്ചിരുന്ന ഈ ദേവാലയത്തിന് ഏകദേശം 60 അടി ഉയരമുള്ള 127 കോളംസ് അഥവാ തൂണുകൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. പ്രകൃതിയുടെയും വേട്ടയുടെയും പവിത്രതയുടെയും ചൈൽഡ് ബർത്തിൻ്റെയും ഒക്കെ ദേവതയായ ആർട്ടമിസിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ദേവാലയം ആഥൻസിലെ പാർത്തിനോണിനെക്കാട്ടിലും 4 മടങ്ങ് വലുതായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരാതന ഗ്രീസ് റോമൻ ലോകത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തിൻ്റെയും വൈഭവത്തിൻ്റെയും ഉജ്ജ്വല പ്രതീകമായിരുന്നുവെങ്കിലും ഈ ദേവാലയം പലതവണ നശിപ്പിക്കപ്പെട്ടതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. എഫേസോസിലെ കാർ പാർക്കിലെത്തിയ ഞങ്ങൾക്ക് ചുറ്റും കുതിരവണ്ടിക്കാർ ചുറ്റും കൂടി. ആർക്കിയോളജിക്കൽ സൈറ്റായ എഫേസോസിലെ ലോവർ ഗേറ്റിൽ നിന്ന് അപ്പർ ഗേറ്റിലേക്ക് 2 കിലോമീറ്ററും തിരിച്ചും 2 കിലോമീറ്റർ നടക്കേണ്ടതായിട്ടുള്ളതിനാൽ അപ്പർ ഗേറ്റിലേക്ക് കുതിരവണ്ടിക്ക് കൊണ്ടുവിടാമെന്ന് ഈ കുതിരവണ്ടിക്കാർ ഞങ്ങളോട് പറയുകയും ഞങ്ങൾ പൈസ ഉറപ്പിക്കുകയും ചെയ്തു. 1869 ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ആദ്യമായിട്ട് പുരാവസ്തു ഗവേഷകർ എക്സ്കവേഷൻസ് ആരംഭിച്ചത്. ടെമ്പിൾ ഓഫ് ആർട്ടമിസ് ആ സമയത്ത് കണ്ടുപിടിക്കപ്പെടുകയും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും സൂക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഓസ്ട്രിയൻ ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1895 മുതൽ എക്സ്കവേഷൻസ് തുടരുകയും വളരെ പ്രധാനപ്പെട്ട പല ഡിസ്കവറീസിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. അതിൽ സുപ്രധാനമായിട്ടുള്ളത് ലൈബ്രറി ഓഫ് സെൽസസ്, ടെറസ് ഹൗസസ്, ഗ്രേറ്റ് തിയേറ്റർ, സ്റ്റേറ്റ് അഗോറ, കമേഴ്ഷ്യൽ അഗോറ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്.
ബഹുദൈവ വിശ്വാസം ഉണ്ടായിരുന്ന ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും വിവിധ ദൈവങ്ങളുടെ അമ്പലങ്ങൾ അല്ലെങ്കിൽ ദേവാലയങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ചക്രവർത്തിമാരെയും ദൈവങ്ങളായി പൂജിക്കുന്ന ഒരു ആചാരം ഇവർക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പല ചക്രവർത്തിമാരുടെയും പേരിലുള്ള ദേവാലയങ്ങൾ അഥവാ അമ്പലങ്ങളും നമുക്കിവിടെ കാണാം. ഹേഡ്രിയൻ്റെ അമ്പലം അതിന് ഒരു ഉദാഹരണമാണ്. ദ സ്റ്റേറ്റ് അഗോറ അല്ലെങ്കിൽ അപ്പർ അഗോറ എന്ന് പറയപ്പെടുന്നത് കുന്നിൻ്റെ മുകളിലുള്ള ഭാഗം എഫേസോസ് പട്ടണത്തിൻ്റെ പൊളിറ്റിക്കൽ ഹാർട്ടായിട്ട് സ്ഥിതി ചെയ്തിരുന്നു. ഇവിടെ ഒരു വലിയ പബ്ലിക് സ്ക്വയറും ഒഫീഷ്യൽ മീറ്റിംഗ്സ് നടത്തപ്പെടുന്ന പല ഏരിയകളുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 3 വശങ്ങളിലും വലിയ കോളനേഡ്സ് അഥവാ വലിയ സ്തൂപങ്ങൾ അഥവാ വലിയ തൂണുകളാൽ ചുറ്റപ്പെട്ട ഈ സ്റ്റേറ്റ് അഗോറ പല ആക്ടിവിറ്റീസിനായിട്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ ചർച്ചകൾക്കും പ്രബോധനങ്ങൾക്കും ആരാധനയ്ക്കും ഒക്കെയായി ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. പ്രൗഢഗംഭീരമായ ഒരു കോളനേഡഡ് ആയിട്ടുള്ള സ്ട്രീറ്റാണ് അപ്പർ സിറ്റിയെ ലോവർ സിറ്റിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഈ ഹാർബർ സ്ട്രീറ്റിന് ഇരുവശങ്ങളിലും കടകളും പബ്ലിക് ബിൽഡിങ്ങുകളും ഉണ്ടായിരുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1500ഓളം പേർക്കിരിക്കാവുന്ന സ്റ്റേറ്റ് അഗോറയിലുള്ള ഒരു പബ്ലിക് തിയേറ്ററാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓഡിയോൺ അഥവാ തിയേറ്റർ പബ്ലിക് പെർഫോമൻസസിനും ചെറിയ പൊളിറ്റിക്കൽ ഗ്യാതറിങ്സിനും മ്യൂസിക്കൽ കൺസേർട്സിനും ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നു. 546 BCയിൽ പേർഷ്യൻ സാമ്രാജ്യം എഫേസോസിനെ പിടിച്ചെടുത്തതായും പിന്നീട് 334 BCയിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് പേർഷ്യൻസിനെ തോൽപ്പിച്ച് എഫേസോസ് പിടിച്ചതായും നാം ചരിത്രത്തിൽ പഠിക്കുന്നു. 263 BCയിൽ എഫേസോസ് ഈജിപ്ഷ്യൻ ഭരണത്തിന് അടിമപ്പെടുകയും അതിനുശേഷം 129 BCയിൽ പെർഗമോണിലെ രാജാവായ കിങ് അറ്റലോസ് റോമ സാമ്രാജ്യത്തിന് എഫേസോസിനെ ബലമേൽപ്പിക്കുന്നതായും നാം ചരിത്രത്തിൽ വായിക്കുന്നു. അങ്ങനെ എഫേസോസ് പ്രാദേശിക റോമൻ ഗവർണറുടെ ആസ്ഥാനമായി മാറുകയും അഗസ്റ്റസ് സീസറിൻ്റെ ഭരണകാലത്ത് നടത്തിയ പരിഷ്കാരങ്ങൾ എഫേസോസിനെ വീണ്ടും പ്രൗഢിയിലേക്ക് നയിക്കുകയും അത് AD 3-ാം നൂറ്റാണ്ട് വരെ ആ പ്രൗഢി നിലനിൽക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെയും ആസ്ഥാനമായ കമേർഷ്യൽ അഗോറ അഥവാ ലോവർ അഗോറ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സ്ഥലം. അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന പൊതുമണ്ഡലം അഥവാ 25,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഗ്രേറ്റ് തിയേറ്റർ ഓഫ് എഫേസോസ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. യോഹന്നാൻ സ്ലീഹയിൽ നിന്നും പൗലോസിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ച എഫേസോസുകാർ ആർത്തമിസ് ദേവതയുടെ വിഗ്രഹങ്ങൾ വാങ്ങാതിരുന്നതിനെ തുടർന്ന് ക്ഷുഭിതനായ വെള്ളിപ്പണിക്കാരനായ ദെമേത്രിയോസ് ആളുകളെ ഇളക്കിവിടുകയും അപ്പസ്തോലന്മാരുടെ സഹയാത്രികരെ പൊതുമണ്ഡപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരികയും പൗലോസ് ഇടപെടാൻ ആഗ്രഹിച്ചെങ്കിലും സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പിടിച്ചു വെച്ചതായും തുടർന്ന് നഗരാധികാരി അപ്പർ അഗോറയിൽ നിന്ന് ഇറങ്ങി വന്ന് ജനങ്ങളെ ശാന്തമാക്കിയതായും എല്ലാം അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. യേശുവിൻ്റെ അരുമ ശിഷ്യനായ യോഹന്നാൻ സ്ലീഹ സുവിശേഷം എഴുതിയതും മാതാവിനോടൊപ്പം അവസാന നാളുകളിൽ താമസിച്ചിരുന്നതും ഇവിടെയാണെന്നാണ് ട്രഡീഷൻസ്. ഹൗസ് ഓഫ് മദർ മേരി എന്നറിയപ്പെടുന്ന മാതാവ് അവസാന കാലങ്ങളിൽ താമസിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആദിമസഭയിൽ നടത്തപ്പെട്ട പല എക്യൂമെനിക്കൽ കൗൺസിൽസും ടർക്കിയിലാണ് നടന്നിട്ടുള്ളത്. ഒന്നാമത്തെ സൂനഹദോസായ നിക്യ സൂനഹദോസ് അഥവാ കൗൺസിൽ ഓഫ് നൈസിയ AD 325 ഇന്നത്തെ ഇസ്നിക് എന്ന സ്ഥലത്താണ് നടന്നത്. ഫസ്റ്റ് കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിളും കൗൺസിൽ ഓഫ് എഫേസോസും കൗൺസിൽ ഓഫ് കാൽസഡോണും എല്ലാം ടർക്കിയിൽ ആണ് സംഭവിച്ചിട്ടുള്ളത്. ടർക്കിയുടെ ക്രിസ്ത്യൻ ചരിത്രത്തെക്കുറിച്ച് ഇനിയും ഏറെ പറയാനുണ്ടെങ്കിലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.